കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കാം. അല്ല, അത് തന്ത്രിയിൽ ഒതുക്കാൻ നോക്കരുത്. ഞാൻ ചോദിക്കുന്നത്, കടകംപള്ളിനെ ചോദ്യം ചെയ്തിട്ട് എന്തായി? അതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമില്ലേ? ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടന്നത് ഒരു മന്ത്രിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലത്തെ ഒരു പാർട്ടിയുടെ സംവിധാനത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത്, തന്ത്രി അറസ്റ്റ് ചെയ്തതിൻ്റെ ശരിയും തെറ്റുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അത് SIT കോടതിയിൽ പറയേണ്ട കാര്യമാണ്. ആ കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഇതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിച്ചു എന്ന് കരുതണ്ട. ബിഹൈൻഡ് ദ കർട്ടൻ ഇനിയുണ്ട്, അതും കൂടെ പുറത്തു വരണം. എങ്ങനെ? അല്ല, അതൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ തെളിയട്ടെ, കോടതിയിൽ തെളിയട്ടെ. ഞാൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ എല്ലാ കാര്യങ്ങളും തന്ത്രിയിൽ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതണ്ട, അതേ ഞാൻ പറയുന്നുള്ളൂ. അതിന് ചില മാധ്യമ വാർത്തകൾ തന്നെ പറയുന്നത് സർക്കാരിന് അനുകൂലമുള്ള ചില ഉദ്യോഗസ്ഥന്മാരും SITയിൽ നുഴഞ്ഞു കയറിയെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ കയറി എന്നുള്ളതും കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. കോടതി പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അല്ല, ഹൈക്കോടതി പറഞ്ഞെന്താ, ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴല്ലേ പിന്നെ ഉണർന്നത്. ഇത് ചില വണ്ടികൾ പെട്ടെന്ന് പോയിട്ട് നിർത്തുമ്പോൾ പിന്നൊന്ന് ഉന്തി കൊടുത്ത് സ്റ്റാർട്ടാക്കുന്ന പോലെ, ബാറ്ററി ഡൗണായ വണ്ടിയെ പോലെയാണ് SIT പ്രവർത്തിക്കുന്നത്. ഇടയ്ക്ക് ഹൈക്കോടതി ഒന്ന് ഉന്തി കൊടുത്താലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ, വീണ്ടും ഡൗൺ ആവുന്നുണ്ട്. ഹൈക്കോടതി എന്തിൻ്റെയാണ് തൃപ്തി എന്ന് പറഞ്ഞത്? ആദ്യം അസംതൃപ്തി പറഞ്ഞ് പിന്നെയും കുറച്ച് ആക്ഷനിലേക്ക് നീങ്ങിയപ്പോഴാണ് ഹൈക്കോടതി ശരി മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അല്ലാതെ പൂർണ്ണ തൃപ്തി ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. അത് മന്ത്രിമാരുണ്ടാക്കുന്ന കളക്കഥയാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല നോക്കേണ്ടത്. ഏതൊരു ക്ഷേത്രത്തിൻ്റെ ആണെങ്കിലും പള്ളിയുടെ ആണെങ്കിലും ഭക്തജനങ്ങൾ നൽകുന്ന കാണിക്ക, ക്ഷേത്രത്തിൻ്റെ പള്ളികളുടെയും വരുമാനം, ഇതൊക്കെ ആര് കൊള്ളയടിച്ചാലും ഞങ്ങൾ അതിനെ അംഗീകരിക്കില്ല. അതിനെ രാഷ്ട്രീയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ജനങ്ങളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് തടയപ്പെടണം. തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാമെന്ന് കരുതണ്ട. മന്ത്രിമാർക്ക് അതറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? ജയിലിൽ കിടക്കുന്ന CPMന്റെ 3 ആളുകളും തന്ത്രിയും മാത്രമാണ് അതിന് പിന്നിൽ എന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. തുടങ്ങിയ കാര്യങ്ങൾ പറയുകയായിരുന്നു കെ മുരളീധരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.